നെന്മാറ ഇരട്ടക്കൊല കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രതി 20 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണം. തുക ഒടുക്കിയില്ലെങ്കിൽ 3 വർഷം അധിക തടവ് അനുഭവിക്കണം. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും കോടതി നിരീക്ഷിച്ചു. എല്ലാ പോലീസ് അതോറിറ്റീസിൻ്റെയും പ്രോസിക്യൂഷൻ സാക്ഷികളുടെയും എല്ലാവരെയും സഹകരിച്ചിട്ടാണ് ഇത്ര വലിയൊരു വിധി ഉണ്ടാക്കാൻ പറ്റിയത്. ഒരു കേരള സമൂഹത്തിന് ഒരു നെട്ടിച്ച ഒരു കൊലപാതകങ്ങളായിരുന്നു അത്. അതിന് അർഹമായ ശിക്ഷ കിട്ടിയെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. 100 പേജുകളോളം അതിനെ പറ്റിയിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് മാത്രമാണ് ഇത് ഒരു അറസ്റ്റ് കേസസിൽ പെടും എന്നുള്ളത് നിഗമനം എത്തിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും, അതായത് ആ കുട്ടികളുടെ റീഹാബിലിറ്റേഷനും പ്രതിയുടെ സ്വഭാവ രീതിയും സംഭവങ്ങൾ നടത്തിയ രീതിയും പിന്നെ അയാൾക്കൊരു റീമോഴ്സിനോ റീഹാബിലിറ്റേഷനോ യാതൊരു സ്കോപ്പില്ല എന്നും അതിനുകൂടാതെ അയാൾ കൽപ്പിച്ചുകൂട്ടി ചെയ്തതാണ് എന്നുള്ളതടക്കം കോൾഡ് ബ്ലഡഡ് മർഡറാണ് എന്നുള്ള അടക്കം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. നഷ്ടപരിഹാരം 20 ലക്ഷമാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റിൻ്റെ അടുത്താണ് കൊടുക്കേണ്ടത്. കാരണം അയാൾക്ക് ഒരു പ്രോപ്പർട്ടിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റേറ്റ് അത് പരിഗണിക്കണം. വധശിക്ഷ വിധിച്ചതിൽ ആശ്വാസമെന്ന് കുടുംബം. ഭയം അവസാനിച്ചിട്ടില്ലെന്നും മകൾ പറഞ്ഞു. കോടതിന്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു. അത് കോടതി അതേപോലെ ഇതാക്കി. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കോടതിന്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു. അത് അതേപോലെ ഇതാക്കി. പിന്നെ വക്കീലിന്റെ മേലെ എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു. ഇത്രയും കഷ്ടപ്പെട്ടത് അയാൾക്ക് വധശിക്ഷ തന്നെ കൊടുത്തതിൽ. ഞങ്ങൾ പോകുന്നില്ല എന്ന് തന്നെ വെച്ചിരിക്കുന്ന അച്ഛൻ്റെ എല്ലാവരുടെ ഓർമ്മ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല. ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ പോകുന്നത്. ഞങ്ങൾക്ക് പഴയ ഓർമ്മകളൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. എല്ലാവരോടും നന്ദിയുണ്ട്. കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എല്ലാ കണ്ടെത്തലും കോടതി ശരിവെച്ചു. അതുകൂടാതെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കേസിൽ ChatGPT ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തു പ്രതിഭാഗം വക്കീൽ. അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റി. പിന്നെ എന്തായാലും ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടുമെന്ന് തന്നെ അതായത് പ്രതീക്ഷിച്ചിരുന്നു. 2025 ഫെബ്രുവരി 3-ാം തീയതി നമ്മുടെ പാലക്കാട് DPOയിൽ വെച്ച് ഹരിശങ്കർ സാറ്, പഴയ DIG സാറ്, ഒരു മോക്ക് ട്രയൽ നടത്തിയിരുന്നു. അതായത് അദ്ദേഹം പ്രതിഭാഗം വക്കീലും പിന്നെ പഴയ SP അജിത് കുമാർ സാറ് ജഡ്ജിയും ഞാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. അന്ന് അദ്ദേഹം ചോദിച്ച ക്വസ്റ്റ്യൻസിനേക്കാൾ കൂടുതലൊന്നും ഇവിടെ ചോദിച്ചില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ആ ഒരു ചോദ്യങ്ങൾക്കനുസൃതമായിട്ട് പോലീസ് കൃത്യമായി മുന്നൊരുക്കം നടത്തിയിരുന്നു. ട്രയലിനടക്കം മുന്നൊരുക്കം നടത്തിയിരുന്നു. പിന്നെ നമ്മുടെ പ്രോസിക്യൂഷൻ വിങ്, ഇപ്പം എൻ്റെ ഫ്രണ്ട് സുഹൃത്ത് രമേശനാണ് SI. അപ്പോൾ പാലക്കാട് ജില്ലയിലെ പ്രോസിക്യൂഷൻ വിങ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസിക്യൂഷൻ വിങ്ങാണ്. എന്തായാലും ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടിയതിൽ സന്തോഷമുണ്ടോ ഇല്ലെന്നുള്ളതല്ല, പക്ഷെ ആ 2 കുട്ടികൾക്കുണ്ടായ ആ നഷ്ടത്തെക്കാൾ വലുതൊന്നുമല്ല ഞങ്ങളുടെ സന്തോഷം. 20 ലക്ഷം രൂപ പിഴത്തുകയുണ്ട്. അതിൽ അവരുടെ റിലേറ്റീവ്സിന് 1-2 പേർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വീട് വിറ്റ് കൊടുക്കണം. വിലാസിനിയുടെ ചെന്താമരയുടെ ഭാര്യയുടെ പേരിലുള്ള ആ വീട് വിറ്റിട്ട് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട്. അഖിലയ്ക്കും അനശ്വരയ്ക്കും അതുല്യക്കും പിന്നെ ഈ ലക്ഷ്മിയുടെ മകൻ സുനിത എന്നിവർക്കും ഇത് പ്രപ്പോർഷനിൽ അത് എത്ര പ്രപ്പോർഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് വീതിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിധിയിൽ അപ്പീൽ നൽകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ അറിയിച്ചു. പ്രതിഭാഗത്തിന് യാതൊരു വീഴ്ചയും സംഭവിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. കോടതി തെളിവുകൾ വിശകലനം ചെയ്തത് അതിൽ പോരായ്മയുണ്ടെന്നാണ് കരുതുന്നത്. ഈ വിധിയിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. ഞങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യും. ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി കിട്ടുമെന്ന് ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ പ്രോസിക്യൂഷൻ പറയുന്നത് ഈ ChatGPT വഴിയൊക്കെ ചില ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, അത് കോടതി വല്ലാതെ വലിച്ചു കയറി എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ChatGPT ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ, കമ്പ്യൂട്ടർ സംബന്ധമായ കാര്യങ്ങൾ എനിക്കറിയില്ല. അവ്യക്തതയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയാണെന്നാണ് ഞാൻ കരുതുന്നത്. പ്രതിക്ക് കുറ്റബോധം ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ശ്രമങ്ങളും ഞാൻ നടത്തിയിട്ടില്ല. മേൽക്കോടതിയിൽ പോകാൻ പുതിയ തെളിവുകളുടെ ആവശ്യമില്ല. ഇപ്പം നടത്തിയ വിചാരണയുടെ കോടതി കണ്ടെത്തിയ ആ ഫൈൻഡിങ്ങുകളെ സംബന്ധിച്ചാണ് ഞങ്ങൾ മേൽക്കോടതിയിൽ പോകുന്നത്. അതിലെന്താ അപാകതയുള്ളത്? കോടതി തെളിവുകളെ സമഗ്രമായി പരിഗണിച്ചിട്ടില്ല. കോടതി ഒരു മുൻവിധിയോടുകൂടി കണ്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. ആഴത്തിലുള്ള യാതൊരു പരിശോധനയും തെളിവുകളിലേക്ക് കോടതി കടന്നിട്ടില്ല. ഒരു ശാസ്ത്രീയ തെളിവുകളും പ്രതിക്കെതിരായി വന്നിട്ടില്ല. അത് ഈ വിധിക്ക് വേണ്ടി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നതിനപ്പുറം ശാസ്ത്രീയ തെളിവുകളൊന്നും പ്രതിക്ക്
ആയുധത്തിൽ നിന്നും പ്രതിയുടെ സെൽസ് കണ്ടെത്തി, പക്ഷേ പ്രതിക്കൊരു മുറിവുണ്ടായിരുന്നില്ല. അത് കണ്ടെത്താൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അതുതന്നെ കൃത്രിമമായിട്ട് കെട്ടിച്ചമച്ച തെളിവാണെന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. ആയുധത്തിൽ നിന്നും പ്രതിയുടെ ബ്ലഡ് സ്റ്റെയിൻ കണ്ടു, പ്രതിക്ക് എന്നാൽ ഒരു മുറിവുണ്ട് എന്ന് സ്ഥാപിക്കാനായിട്ട് പ്രോസിക്യൂഷൻ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. CV അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനുമോദ്, കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. പ്രതി പുറത്തിറങ്ങിയാൽ മാനസാന്തരപ്പെടുമോ എന്ന കാര്യത്തിൽ കോടതിക്ക് തന്നെ വിശ്വാസമില്ല. അങ്ങനെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച നിരവധി കാര്യങ്ങളുണ്ട്. അത് പൂർണ്ണമായും ശരിവെച്ചുകൊണ്ടാണ് ഈ വിധി. ഇനിയിപ്പോൾ പ്രതിഭാഗത്തിന് അപ്പീലടക്കമുള്ള കാര്യങ്ങളാണ്. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുള്ള ഒരു വിധിയാണ് ഇന്ന് ചെന്താമര കേസിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് ഫുൾ പ്രൂഫായിട്ട് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കോടതി അംഗീകരിക്കുന്ന അവസ്ഥ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് കോടതി തന്നെ കണ്ടെത്തുന്നു. ഇയാളുടെ മുൻ കുറ്റകൃത്യം, അതായത് സജിത വധക്കേസും അതിൻ്റെ തുടർച്ചയാണ് ഈ കൊലപാതകങ്ങളെന്നും കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും സാഹചര്യ തെളിവുകളും മൊഴികളും വളരെ നിർണായകമായി എന്നുള്ളതാണ് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒന്ന്. ഇയാൾ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധത്തിൽ അയാളുടെയും അതുപോലെ തന്നെ കൊല ചെയ്യപ്പെട്ടവരുടെയും ശരീരത്തിൻ്റെ സ്റ്റെമ്മ് കോശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കേസിൽ നിർണായകമായ ഒന്നാണ്. അതുപോലെ തന്നെ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ഇയാൾ ഇത്തരത്തിലൊരു കൃത്യം ചെയ്യുമെന്ന് അതിൻ്റെ സൂചനകൾ ഈ പരിസരവാസികൾക്ക് കിട്ടിയിരുന്നു. കടക്കാരനോട് പണം തിരിച്ചു കൊടുക്കാനുള്ള, കടം കൊടുക്കാനുള്ളത് പൂർണ്ണമായും തന്നു തീർക്കാമെന്നും ഇനി കുറച്ച് ദിവസം ഞാൻ ഉണ്ടാവില്ല എന്നും കടക്കാരനോട് ഇയാൾ കൊലപാതകത്തിന് മുൻപ് മൊഴി പറഞ്ഞിരുന്നു. ആ കടക്കാരൻ ഈ മൊഴി കൃത്യമായിട്ട് പോലീസിനോട് പറയുകയും ഇത് ഈ ഒരു കൊലപാതകം ഇയാൾ ആസൂത്രണം ചെയ്തതാണെന്നും മുൻകൂട്ടി ഉറപ്പിച്ചതാണെന്നും തെളിയിക്കുവാൻ കോടതിക്ക് മുമ്പാകെ പോലീസിനും പ്രോസിക്യൂഷനും ഹാജരാക്കാനും സാധിച്ചു. അതൊക്കെ വളരെ നിർണായകമായിട്ടുള്ള കണ്ടെത്തലായിട്ടാണ് കോടതി കാണുന്നത്. ഒപ്പം തന്നെ ഇയാൾക്ക് ഒരു തരത്തിലും മാനസാന്തരം ഉണ്ടായിട്ടില്ല. ഇയാൾ കൊലപാതകം ചെയ്തതിനെ ന്യായീകരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അയാൾ ഭീഷണിയാണ് സമൂഹത്തിനും അതുപോലെ തന്നെ സുധാകരൻ്റെ കുട്ടികൾക്കുമെന്നും കോടതി നിരീക്ഷിക്കുമ്പോൾ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പരിപൂർണമായിട്ടും അംഗീകരിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് ഈ ഒരു വിധി വന്നിരിക്കുന്നത്. അതിലെടുത്തു പറയേണ്ട ഒന്നുകൂടിയുണ്ട്. സാക്ഷിമൊഴികളിൽ 4 പേർ കൂറുമാറിയിട്ടും അത് കേസിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ട് അത് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ആ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലും കോടതിക്ക് മുമ്പാകെ പ്രോസിക്യൂഷന് തെളിയിക്കാനും സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന്. ഈ മൊഴി മാറാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന സാക്ഷികൾ അവരുടെ ലൊക്കേഷൻ, ആ കൃത്യം നടന്ന സമയത്ത് അവരുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് പോലീസ് ഗൂഗിളിൻ്റെ സഹായത്തോടെ കണ്ടെത്തി അതും കോടതിക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്തിയിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ശാസ്ത്രീയമായിട്ടും സാങ്കേതികമായിട്ടും സയൻറ്റിഫിക്കായിട്ടും ഫോറൻസിക്കായിട്ടുമുള്ള എല്ലാ തെളിവുകളും പോലീസിൻ്റെ ഭാഗത്തുനിന്നും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നും ഇയാൾക്കെതിരെ കോടതിക്ക് മുമ്പാകെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.